ഈ വർഷം അലക്സ് ഗാർലൻഡ് സംവിധാനത്തിൽ റിലീസ് ചെയ്ത ഒരു ഡിസ്റ്റോപ്പിയൻ ത്രില്ലർ സിനിമയാണ് സിവിൽ വാർ. അമേരിക്കയിൽ മുഴുവനായി വലിയൊരു സിവിൽ വാർ നടക്കും. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വാഷിങ്ടൺ DC വരെ പോകുന്ന കുറച്ച് റിപ്പോർട്ടേഴ്സിനെ കാണാം. അവരാണ് ഈ സിനിമയിലെ പ്രധാന ക്യാരക്ടേഴ്സ്. ഇതിനിടയിൽ അവർ കാണുന്ന കാര്യങ്ങളും അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ട് യുദ്ധത്തിൻ്റെ സൈഡ് എഫക്ട്സ് കാണിച്ച ഒരു സിനിമ എന്നുകൂടി സിവിൽ വാറിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമയല്ല, കാരണം പ്രത്യേകിച്ച് ഒരു മനക്കെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റും. കാരണം സിനിമയുടെ എൻഡിങ്ങിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഭീകരമായ ഡാർക്ക് സീനുകളുണ്ട്. അതൊക്കെ കണ്ടിരിക്കണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ധൈര്യം വേണമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് തന്നെയാണ് ഈ സിനിമയുടെ ലക്ഷ്യവും. കാരണം ഒരു ആൻറ്റി വാർ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള സീനുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ സിനിമയിൽ കാണിക്കുന്ന അമേരിക്കയിൽ ഈ സമയത്ത് നിയമങ്ങളൊന്നുമില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു, ബോംബെറിയുന്നു, അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാരക്ടേഴ്സുമായിട്ടുള്ള നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്ന കണക്ഷൻ. ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് സിനിമ മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലത്ത് പെട്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള സീനുകളൊക്കെ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് നല്ല രീതിയിലുള്ള ഒരു ടെൻഷൻ നൽകാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് A24 ആണ്. A24 എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സിനിമയും എൻ്റെ ഫേവറേറ്റാണ്. പ്രത്യേകിച്ച് ഈ സിനിമ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റായി മാറിയിരിക്കുന്നു. പിന്നെയുള്ളത് ടോക്ക് ടു മീ. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെട്ട A24 സിനിമകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സാം റൈമി സ്പൈഡർമാൻ സിനിമകളിൽ മേരി ജെയിൻ വാട്സനായി അഭിനയിച്ച ക്രിസ്റ്റൻ ഡസ്റ്റാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചത്. കൂടാതെ നെറ്റ്ഫ്ലിക്സിൻ്റെ നാർക്കോസ് എന്ന സീരീസിൽ പാബ്ലോ എസ്കോബാറായി അഭിനയിച്ച വാഗ്നർ മുറ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ റോബ് ഹാഡിയുടെ സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ ഈ സിനിമ ഒരു കൾട്ട് ക്ലാസിക് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എല്ലാവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. അതുകൊണ്ട് എന്തായാലും ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.